ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് സ്റ്റാർസീനിയ വിശേഷങ്ങളുമായിട്ടാണ്. ഇതുപോലെ മണ്ണോടുകൂടി തന്നെയായിരിക്കും ഞാൻ നിങ്ങൾക്ക് സ്റ്റാർസീനിയ അയച്ചു തരുന്നത്. കാരണം മറ്റ് ചെടികളുടെ മണ്ണ് മാറ്റി അയക്കുന്നത് പോലെ സ്റ്റാർസീനിയയുടെ മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ ചെടി ഡാമേജ് ആയിപ്പോവും. കാരണം ഇതിൻ്റെ വേരുകൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വേരുകളാണ്. അപ്പം നമ്മൾ മണ്ണ് മാറ്റുമ്പോൾ അത് പൊട്ടിപ്പോവുകയും ചെടി നമുക്ക് പിടിച്ച് കിട്ടാനും പാടാം. അപ്പം നിങ്ങൾ എവിടെ നിന്ന് സ്റ്റാർസീനിയ വാങ്ങിച്ചാലും മണ്ണോട് കൂടി തന്നെ അയച്ചു തരാനായിട്ട് പറയണം. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്കത് പിടിച്ച് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർസീനിയ നടാനായിട്ട് എടുക്കുന്ന പോട്ട് മിക്സ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ചേർക്കാറുണ്ട്. കാരണം വേരോട് കൂടിയുള്ള ചെടിയാണല്ലോ. അപ്പം നമുക്കത് പോട്ട് മിക്സിൻ്റെ അകത്ത് ചാണകപ്പൊടി എല്ലുപൊടി എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നട്ടതിന് ശേഷം കുറച്ച് ദിവസം നമ്മൾ തണലത്ത് വയ്ക്കണം. തണലത്ത് വയ്ക്കുമ്പോൾ അതൊരു 3-4 ദിവസമൊക്കെ നമുക്ക് തണലത്ത് വയ്ക്കാം. തണലത്ത് വയ്ക്കുന്ന സമയങ്ങളിൽ നമ്മൾ വാട്ടറിങ്ങിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വെയിലത്തിരിക്കുന്ന ഒരു ചെടിക്ക് വാട്ടറിങ് ചെയ്യുന്നത് പോലെ തണലത്തിരിക്കുന്ന ചെടിക്ക് ചെയ്യരുത്. കാരണം വെയിലടിക്കുന്നില്ലല്ലോ. അപ്പം നമ്മൾ പോട്ട് മിക്സ് ഡ്രൈ ആകുന്ന സമയത്ത് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കാര്യവും ശ്രദ്ധിക്കണം. പിന്നെ കണ്ടോ, ഇതുപോലെ നല്ല രീതിയിൽ വേര് പിടിച്ച പ്ലാന്റ് ആയിരിക്കും. അപ്പം ആ മണ്ണൊക്കെ മാറ്റുമ്പം ആ വേരൊക്കെ പോകും. അപ്പം അതുകൊണ്ടാണ് വേര് പോകാതെ ആ രീതിയിൽ തന്നെ പ്ലാസ്റ്റിക് കവർ എന്താണെങ്കിലും അത് പൊട്ടിച്ച് കളഞ്ഞിട്ട് ആ രീതിയിൽ തന്നെ നമ്മൾ നട്ടു കൊടുത്ത് നല്ല രീതിയിൽ അത് നമുക്ക് നട്ടു കൊടുക്കാൻ പറ്റും, ആ മണ്ണോട് കൂടി തന്നെ. അപ്പം അങ്ങനെ ആകുമ്പോൾ അത് നമുക്ക് പിടിച്ച് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ സ്റ്റാർസീനിയയ്ക്ക് വെയിൽ വേണ്ട പ്ലാന്റാണ്. പക്ഷേ എന്ന് പറഞ്ഞാലും നമ്മൾ ഉടനെ നല്ല കഠിനമായ വെയിലത്ത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ 2-3 ദിവസം തണലത്ത് വയ്ക്കണം, ഒരു 3-4 ദിവസം. എന്നാലും കുറച്ച് അത് കഴിഞ്ഞൊരു 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ നമ്മൾ നല്ല വെയിലുള്ളൊരു പോർഷനിലേക്ക് സ്റ്റാർസീനിയ മാറ്റി വയ്ക്കാവുള്ളൂ. അപ്പം അങ്ങനെ മാറ്റി നല്ല രീതിയിൽ വെയിലുള്ളൊരു പോർഷനിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ നിറച്ച് പൂക്കളുണ്ടാകുന്ന രീതിയിലേക്ക് വരുന്നത്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ചെടി മാത്രം ഇങ്ങനെ വളർന്ന് നിൽക്കും. വെയിലുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇത് നല്ല രീതിയിൽ പൂക്കളുണ്ടാകുന്നത്. ആ കാര്യവും കൂടെ എല്ലാവരും ശ്രദ്ധിക്കണേ.